ഐസ് ഇതാണ് റാഗി പൗഡർ. 1 kg പാക്കറ്റാണ്. 65 രൂപ. ഇതിൻ്റെ വില 65 രൂപ. അതിനാവശ്യമുള്ള വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് ചെറിയ കലത്തിൽ. അപ്പം അതിൽ കറി റെഡിയായി അപ്പുറത്തോട്ട് വാങ്ങി വയ്ക്കുന്നു. സ്റ്റൗവിന് അടുത്ത പരിപാടി സ്റ്റൗ കത്തിക്കുന്നു. ഭക്ഷണോടെ ഏത് ആഹാരം ഇവിടെ ഉള്ളവര് ഉപ്പിടത്തില്ല. റാഗി ചെയ്യുമ്പോൾ ഉപ്പിടത്തില്ല. ഞാൻ ശകലം ഉപ്പിടുന്നു. ടേസ്റ്റ് ആ വെള്ളത്തിൽ ഉപ്പിടും. നമ്മുടെ മീൻ കറി സെറ്റായി നല്ല മണം, നല്ല ടേസ്റ്റ്. ഇല്ല കിടാത്ത നല്ല സൂപ്പർ. എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സൂപ്പറുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല മണം. മണത്തിലേ അറിയാം. നല്ല റാഗി വെള്ളം അടുത്ത് വെച്ചിട്ടുണ്ട്. തിളയ്ക്കണം. വെള്ളം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. വെള്ളം നല്ല വെട്ടി തിളച്ചു. നമുക്ക് തീ ഓഫ് ചെയ്യാം. ശകലം കുറച്ച് വെക്കാം. ആവശ്യത്തിന് ഉള്ള വെള്ളം ചേർക്കേണ്ടുന്നത് കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് വെക്കാം. തീ കുറച്ച് വെച്ച് വെള്ളം വെച്ചതിൻ്റെ പാതി വെള്ളം ഈ പാത്രത്തിൽ ഒഴിച്ച് വെച്ച് പാതി വെള്ളം ഇതിലുണ്ട്. ആവശ്യത്തിന് പൊടിയിടാം. പൊടിയിട്ടു. തീ ഇച്ചിരി കൂട്ടി വെച്ച് അങ്ങനാണ്ടോ തിളയ്ക്കുന്നുണ്ടോ. അപ്പം ഇച്ചിരി തീ കുറച്ച് വയ്ക്കും. വെച്ചും നമ്മുടെ ആയുധം വെച്ച് ഇങ്ങനെ ഇളക്കിണ്ടു. വെള്ളം വേണമെങ്കിൽ കട്ടിയാകുമ്പോൾ ഇങ്ങനെ വെള്ളം കുറേശ്ശെ ഒഴിക്കും. ഒത്തിരി കഷ്ടമാണ്. എനിക്ക് കൈ വേദന ഉള്ളതുകൊണ്ട് പാടാം. ഇച്ചിരൂടെ പൊടിയാണ്. അങ്ങനെ കട്ട പിടിക്കാതെ ഇളക്കണം. അതാണ് മെയിൻ ചെയ്യാത്തത്. കട്ട പിടിക്കും. വെള്ളം ആഡ് ചെയ്തുകൊണ്ട് കറി ഇല്ല ഇളക്കണം. കഷ്ടപ്പെട്ട പണിയാ. എനിക്ക് കൈ വേദന ഇളക്കാൻ പോകാം. ഈ അടിയിലോട്ട് വന്നത് ചെറിയ തീയിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെറിയ തീ കുറച്ചിട്ടുണ്ടോന്ന് നമ്മൾ ചെയ്യാൻ. എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അറിയാൻ വയ്യാത്തൊരു ചെയ്യുമ്പോൾ അത് വെള്ളപ്പൊടി വെളുത്തിരിക്കും. അങ്ങനല്ല, വെള്ളപ്പൊടി വരാതെ സൂക്ഷിച്ച് ഇളക്കണം. ഒരുപാട് വെള്ളവും ആകരുത്. പാകത്തിന്
ഞാൻ ചെയ്യുന്നത് അങ്ങനെ വെള്ളപ്പോക്കില്ല. ഇവിടുണ്ട് അത് എൻ്റെ വക്കിലല്ലേ കിട്ടേണ്ട ഇളക്കും. അയ്യോ ചൂട്. അത് നമ്മള് കട്ടിയായിരിക്കരുത്. ഒരു പാകത്തിന് നമ്മൾ ഇളക്കുമ്പോൾ അറിയാം. കട്ടിയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അധികം കട്ടിയാകരുത്. അത് കല്ല് പോലെ മെഴുകാൻ പാടാം. ആവശ്യത്തിന് ഇളക്കുമ്പോൾ അറിയില്ലേ ലൂസായിരിക്കുന്നതുണ്ടോ. വെന്തെന്ന് ഒരിച്ചു നേരം അടച്ചേക്കണം. ഒട്ടത്തില്ല. വേകുമ്പോ മാവ് ഒട്ടത്തില്ല. വേഗാതെ നമ്മൾ തൊട്ടാക്ക മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കും. ചെറിയ തീയിൽ ഒരു ശകലം നേരം ഇരിക്കട്ടെ. ആവി കൊണ്ടത് വേഗം. മലയാളീസിനൊന്ന് ചിലവർക്കറിയാം. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. നാട്ടിലുള്ളവർക്കൊന്നും അറിയത്തില്ല. നല്ലതാ, ഷുഗറിനും ഒക്കെ നല്ലതാ. ചോറിനേക്കായാലും ചപ്പാത്തിയേക്കായാലും നല്ലത് ഇതാ. നല്ല മീൻകറി, ഇറച്ചിക്കറി, ഇറച്ചിച്ചാറ്, മീൻ ചാറ് ഒക്കെ കൂട്ടി അങ്ങോട്ട് അടിച്ചാൽ സൂപ്പർ. വിശക്കത്തും ഇല്ല. നല്ലതാണ്. ചുമ്മാ ചോറും കപ്പയെല്ലാം വരി കഴിക്കുന്നതോടെ ഇങ്ങനെ ചെയ്ത് കഴിച്ചാൽ ഷുഗറിനും നല്ല, ശരീരത്തിനും നല്ലതാ. നല്ല ഗുണമുള്ള സാധനം. കണ്ട ആവി പിറക്കുന്നുണ്ടോ? ശകലം നേരം കൂടി ഇരിക്കും. പോയി പാകമായി. പാത്രത്തിൽ ശകല എണ്ണ തടവിയത് പിടിക്കണം. ഓഫ് ചെയ്ത് ഒരാൾക്ക് ആവശ്യമായ കയ്യില് ഉണ്ടയെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ചൂടോടെ തന്നെ അത് ഉണ്ടയാക്കണം. ഉണ്ടയാകാനായി ഇങ്ങനെ പാത്രത്തിലിട്ട് നല്ല ഉണ്ട്. അങ്ങനെ ഒരു ഉണ്ട കഴിച്ചാൽ മതി. അപ്പോഴത്തേനും നമുക്ക് നല്ല വയറൊന്നും കഴിക്കാം. പോഷകമായ ആഹാരം. ആൾക്കാര് നമ്മുടെ കർണാടക സ്റ്റേറ്റിലെ ആൾക്കാര് അവർക്ക് ഇതില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരും. ഹോട്ടലുകളും ഉണ്ട്. 5 സ്റ്റാറിൽ കൂടെ ഇതുണ്ട്. അത് ചോദിച്ച് വാങ്ങിച്ചാൽ കിട്ടും. ഞങ്ങൾക്ക് 3 പേർക്ക് 3 പാള്. മീൻകറി, അയിലക്കറി ഇവിടെ റെഡിയായി. ഓപ്പൺ ചെയ്യും. അത്രേ ഉള്ളൂ. മീൻകറിയും കറിയും റാഗി പാളും. അപ്പൊ ഞാൻ വീഡിയോ നിർത്തുവാണ്. ഇവിടെ പുറകിൽ കാണിക്കാം ബാക്കി കേട്ടോ. ഒരു ചെറിയ ബാൾ ഞങ്ങൾ ചായയില്ല.
കാണിക്കാൻ ടെസ്റ്റിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ചാറ് ഇങ്ങോട്ട് പോകുന്നു. എങ്ങനെ കഴിക്കണമെന്നും കാണിച്ചു തരാം. എങ്ങനെ കഴിക്കുന്നതെന്ന് വെച്ചാൽ ആവശ്യത്തിന് നമുക്ക് മെഴുകാൻ പറ്റുന്ന പോലെയാണ് എടുത്ത് ചാറ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ്, നല്ലതാണ്. നല്ല രുചി. ഇത് നോക്കും. കൈ തുടയ്ക്കുന്നു. ഇങ്ങോട്ട് എടുത്ത ഉരുട്ടുക. അടുത്തൊരു പീസ് കൂടെ ഇങ്ങനെ എടുക്കാം. മയിലക്കറി സത്തതാണ് ഗേസ്, പറഞ്ഞമാതിരി എല്ലാം ഭയങ്കര ടേസ്റ്റ്. എടുക്കുക, എടുത്ത് ഉണ്ടോ, അത്രയുള്ളൂ. സൂപ്പറാണ്ട്. നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക, കഴിക്കാൻ നല്ലായിരിക്കും. ചവയ്ക്കരുത്, മെഴുകുക. ആവശ്യത്തിന് മെഴുകാൻ തക്ക പാകത്തിന് കുറച്ച് എടുക്കുക. ചെറിയ ഉണ്ടയായിട്ട് എടുക്കുക, ചാറിൽ ഉരുട്ടുക, വായിൽ വയ്ക്കുക, മെഴുകുക. മെഴുകി പോകും. നല്ല മെഴുകാനും നല്ല പാകത്തിന് ഇറങ്ങി പോകും വായു. നല്ല പാകത്തിന് അത് നല്ല മയമായിട്ടാണ്. അത് നല്ല മൃദുവായിട്ട് കണ്ട തൊടുമ്പോ അറിയാം. നല്ല അപ്പൊ ഇതിന്റെ പരിപാടി ഞങ്ങൾ കാണിച്ചല്ലേ. ഈ എന്താ പറയുക, റാഗി ബോളും അതിലൊക്കെ അറിയാം. റാഗി ബോള് അറിയാത്തവർക്കാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. നാട്ടിലുള്ള ചിലവർക്ക് അറിയത്തില്ല ഇതെങ്ങനെ ചെയ്യണം. ചിലർ കുറുക്കി തിന്നും. ഇത് ബോള് വെച്ചാൽ അല്ല കാണിച്ചല്ലോ ഇതെങ്ങനെ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക വീട്ടില്. റാഗി ബോൾ കേട്ടോ. ഇത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. തണുപ്പ് കിട്ടും. ഷുഗറൊക്കെ കുറച്ച് ഇതാവും. മറ്റേ നമ്മളെപ്പോഴും 3 നേരം നമ്മൾ ഈ ചോറ് കഴിക്കുമ്പോൾ നമുക്ക് ഷുഗർ ഉള്ളവർക്ക് ഷുഗർ ഹൈ ആവത്തില്ലേ. ഇത് കഴിച്ചു നോക്കുന്ന ഷുഗർ മൈനസ് ആവുന്നുണ്ട്. അനുഭവം ഉണ്ട്, അതുകൊണ്ട് പറയാ. നിങ്ങളിത് വീട്ടിൽ ചെയ്യാൻ നോക്കുക. ഞങ്ങൾക്ക് ഷുഗറും ബിപിയും എല്ലാ സാധനവും ഉണ്ട് നമ്മളെ. പക്ഷെ ഞങ്ങളിത് കഴിക്കും, വല്ലപ്പോഴൊക്കെ ഞങ്ങൾ കഴിക്കുന്നുണ്ട്. ഡെയിലി കഴിച്ചാൽ നമ്മൾ മടുത്തു. വല്ലപ്പോഴൊക്കെ കഴിക്കാം, ആഴ്ച ഒരു പ്രാവശ്യമോ. പക്ഷെ അതിന് നല്ല കറി വേണം. അതായത് ഒന്നീ മീൻ കറി, അല്ലെങ്കിൽ മട്ടൻ ചാറോ ചിക്കൻ ചാറോ, അല്ലെന്നുണ്ടെങ്കിൽ പുളിക്കൂട്ടാൻ എന്ന് പറയും, വെളുത്തുള്ളി ഇട്ട്, അങ്ങനെയും ചെയ്ത് കഴിക്കാം, നല്ലതാണ്. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ഇത് ചിലവർക്ക് അറിയാതിരിക്കും, ചിലർക്ക് അറിയത്തില്ല. അറിയാൻ വയ്യാത്തവർക്കാണ് ഇത് കാണിച്ചത്. ഏതന്നെ ചീര കൂട്ടാൻ കഴിക്കാം, പുളിക്കൂട്ടാൻ ചെയ്യാം. ഏറ്റവും നല്ലത് മീനാണ്. മീനിനെ അങ്ങോട്ട് ഉരുട്ടി തിന്നാ അത് വേറെ മാതിരി ലെവൽ വേറെ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിന് നല്ലതാണിത്. യാതൊരു അസുഖം ഉണ്ടാവത്തില്ല എന്നും പറയാം. പിന്നെ വേറെ ഒന്നുമില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. സബ്സ്ക്രൈബ് ചെയ്യണേ ഗയ്സ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.